പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? നിങ്ങൾ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ഇരിക്കാനായി ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നു. അതിനാൽ യേശു ദിവസവും സ്നേഹത്തോടെ നിങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലേ, നിങ്ങൾ എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവല്ലോ എന്ന്. യേശുക്രിസ്തു നിങ്ങളെക്കുറിച്ച് സ്നേഹവും കരുതലുമുള്ള ഒരു ദൈവമാണ്. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് ദൈവവചനം പറയുന്നു. പിന്നെ എന്തിനാണ് വ്യാകുലപ്പെട്ടിരിക്കുന്നത്? ഏതോ ഒരു ചിന്ത കുടുംബത്തെക്കുറിച്ചും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചും അഥവാ നിങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുകയാണോ? ദൈവം പറയുന്നു, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അത്ഭുതവാനായ ഒരു ദൈവമുണ്ട്. എന്റെ മകനെ, എന്റെ മകളെ, എന്തിനാണ് നീ ദുഃഖിച്ചിരിക്കുന്നത്? നിന്റെ പ്രശ്നം എന്താണ്? എന്താണ് നിന്നെ വ്യാകുലപ്പെടുത്തുന്നത്? ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എന്ത് ചെയ്താലാണ് നിന്റെ വ്യാകുലത മാറുക എന്ന് സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കുന്ന ദൈവമാണ് യേശു. ദിവസവും രാവിലെ നിങ്ങളോട് ചോദിക്കുന്നത് കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങളോട് പ്രത്യേകമായി അന്വേഷിക്കുന്നു. നീ എന്തിനാണ് ദുഃഖിക്കുന്നത് മകനെ, മകളെ? നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഞാൻ നോക്കാം. നിന്നെക്കുറിച്ച് ചിന്തിക്കാനും സ്നേഹിക്കാനും ഞാനില്ലേ? എല്ലാ വ്യാകുലതയും എനിക്ക് തന്നേക്ക്, എനിക്ക് താ. എന്താണ് വിഷമം? എനിക്കത് താ. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട. നീ എന്തിനാണ് ചുമന്നുകൊണ്ടിരിക്കുന്നത്? നീ വ്യാകുലപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? ആവശ്യവും നിറവേറില്ല, മാറ്റവും ഉണ്ടാവില്ല. നീ വ്യാകുലപ്പെടും തോറും നിനക്ക് ബാധിപ്പേ ഉണ്ടാകൂ, വ്യാധികൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്റെ അടുത്തേക്ക് വിട്ടേക്ക് എന്ന് ദൈവം പറയുന്നു. എന്റെ മേൽ വയ്ക്ക്. നിന്റെ വ്യാകുലത എനിക്ക് തന്നേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം. കാൽവരിയിലെ കുരിശിൽ നിന്റെ സകല ദുഃഖങ്ങളെയും ഞാൻ ചുമന്നിരിക്കുന്നല്ലോ. നിന്റെ വ്യാകുലതയെ ചുമന്നിരിക്കുന്നു. അതെന്തിനാണ്? നിനക്ക് അത്ഭുതം ചെയ്ത് നിന്നെ സന്തോഷിപ്പിക്കണം എന്നതിനാണ് ഞാൻ കുരിശിൽ എല്ലാ വ്യാകുലതകളും ചുമന്നത്. നീ അനുഭവിക്കേണ്ട കഷ്ടപ്പാടും അപമാനവും നിന്ദയും ഇവയെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് അത്ഭുതം ചെയ്യും എന്ന് യേശു നിങ്ങളോട് പറയുന്നു. യേശുവിന്റെ കയ്യിൽ നിങ്ങളുടെ വ്യാകുലതകളെ ഏൽപ്പിച്ചാൽ, ദൈവത്തിങ്കൽ കൊടുത്താൽ, ദൈവം അത്ഭുതം ചെയ്യും. നാം ചെയ്യുന്ന തെറ്റെന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് കരയും. എല്ലാ ക്ലേശങ്ങളും അങ്ങയുടെ പാദത്തിങ്കൽ വയ്ക്കുന്നു. ഇനി അത്ര തന്നെ, അങ്ങാണെന്റെ എല്ലാം എന്ന് സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ വീണ്ടും എല്ലാം എടുത്ത് മനസ്സിലേക്ക് കയറ്റുന്നു. അത്ര തന്നെ, വീണ്ടും വ്യാകുലത. ദൈവം പറയുന്നു, നീ വീണ്ടും അതെടുക്കരുത്, എന്റെ അടുത്ത് തന്നേക്ക്, എന്റെ മേൽ വിട്ടേക്ക്. വീണ്ടും തിരികെ എടുക്കരുത്, നീ സന്തോഷത്തോടെ പോ. അന്ന എന്നൊരു മകൾ, കുട്ടികളില്ല, പോരായ്മ, നിന്ദ, അപമാനം. ഒരിക്കൽ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് മനസ്സ് നീറി കരഞ്ഞു. കണ്ണുനീരൊഴുക്കി വളരെ നേരം ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് അവൾ ദുഃഖിച്ചിരുന്നില്ല എന്ന് വചനം പറയുന്നു. എന്താണ് കാരണം? ദൈവത്തിങ്കൽ വ്യാകുലതകൾ ഏൽപ്പിച്ചാൽ വീണ്ടും അത് എടുക്കരുത്. ദൈവം അത് നോക്കിക്കൊള്ളും. അതുകൊണ്ടാണ് ദൈവം അത്ഭുതം ചെയ്ത് അവളുടെ നിന്ദ മാറ്റി അനുഗ്രഹിച്ചത്. നിങ്ങൾ ദൈവത്തിങ്കൽ കൊടുത്ത ശേഷം തിരികെ എടുക്കരുത്. ദൈവമേ, അങ്ങയുടെ മേൽ വെച്ചിരിക്കുന്നു, അങ്ങ് നോക്കിക്കൊള്ളണമേ. അപ്പോഴേ ദൈവം അത്ഭുതം ചെയ്യുന്നത് കാണൂ. ഇന്ന് ഏൽപ്പിക്കുമോ? നിങ്ങളുടെ വ്യാകുലതകളെ ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമോ? നിങ്ങളെക്കുറിച്ച് സ്നേഹത്തോടെ അന്വേഷിക്കുന്ന ദൈവമാണവൻ. എന്നാൽ പറയൂ, ദൈവമേ, യേശുവേ, എന്നെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു നല്ല പിതാവാണ് അങ്ങ്. എന്റെ എല്ലാ ഭാരങ്ങളും അങ്ങയുടെ മേൽ ഇറക്കി വെക്കുന്നു. അങ്ങ് നോക്കണമേ, ഇതെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങ് ഈ കാര്യത്തിൽ അത്ഭുതം ചെയ്യണമേ. ഇനി ഞാൻ അതിനെക്കുറിച്ച് വിഷമിക്കില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. അങ്ങ് ചുമതല ഏറ്റെടുക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.